നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ തല വെട്ടുമെന്നൊരു ജിഹാദിയുടെ ഭീഷണി വീഡിയോയായി കറങ്ങി നടക്കുന്നുണ്ട്. പ്രേക്ഷകരിൽ പലരും അത് ഇതിനോടകം കണ്ടു കാണും. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതിലെ അസഭ്യവാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും തല വെട്ടുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, ഈ ജിഹാദിയുടെ ആഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമയി ന്യൂസ് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കുവാൻ വേണ്ടി, കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൂടി ഒരു വട്ടം കൂടി കാണുക. അതിനുശേഷം നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നരേന്ദ്രമോദി തല അറക്കടാ, അന്റെ തല വെട്ടടാ, വെള്ളിയാഴ്ച ദിവസം തന്റെ തല വെട്ടിരിക്കടാ. ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇതിൽ രോഷപ്രകടനം നടത്തുന്ന നിരവധി ആൾക്കാരെ ഞാൻ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജിഹാദി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വിവരവുമില്ല. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. NIA തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി പോയിട്ടുണ്ട്. അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കുവാനും എൻ്റെ അഭിപ്രായങ്ങൾ പറയുവാനും ഉദ്ദേശിക്കുന്നത് ഈ ജിഹാദിയെ പിടികൂടേണ്ട ആവശ്യകതയെക്കുറിച്ചല്ല. പിടികൂടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കൊപ്പം ജിഹാദിയുടെ മങ്ങിയ വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കിയൊരു ഫോട്ടോഗ്രാഫും കൂടി തത്വമയി ന്യൂസ് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നുണ്ട്. കാരണം അറിയാവുന്നവർ കൃത്യമായിട്ട് ഈ ജിഹാദി ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാരണം പിടികൂടപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ജിഹാദി പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമല്ലോ പ്രേക്ഷകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തല വെട്ടണം, അതും വെള്ളിയാഴ്ച തന്നെ അവന് വെട്ടണം. ശരി, ആയിക്കോട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ടെങ്കിൽ അത് NIA കൊണ്ടുപോയി സാധിച്ചു കൊടുക്കട്ടെ. അല്ലെങ്കിൽ അജ്ഞാതൻ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സമയം കിട്ടുമെങ്കിൽ അജ്ഞാതൻ സാധിച്ചു കൊടുക്കട്ടെ. വെള്ളിയാഴ്ചയുടെ പ്രസക്തിയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച എന്നുള്ളത് മതപരമായി ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് കാലാകാലങ്ങളായി റോഡിൽ നിസ്കരിച്ചും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയും അവർ തന്നെ നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച്, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ ഉച്ചനിസ്കാരം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ ശിരസ് ഛേദിക്കണമെന്നായിരിക്കും ജിഹാദിയുടെ ആഗ്രഹം. ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുന്നത് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വ്യാജ നിർമ്മിതമായിട്ടുള്ള AI വീഡിയോ ഷെയർ ചെയ്ത് വൈറലാക്കുന്ന ജിഹാദികൾ അതിനുശേഷം മാപ്പ് പറയുന്നു. ഒരു 3 ദിവസം 4 ദിവസം കഴിയും മാപ്പ് പറയാനായിട്ട്. അതിനുള്ളിൽ പ്രചരിക്കേണ്ടടുത്തെല്ലാം പ്രചരിച്ചിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യേണ്ടവരെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. സാമൂഹ്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വാട്സാപ്പിലും ടെലഗ്രാമിലും ഇത് കറങ്ങി നടക്കുന്നുണ്ടാകും. നിരവധി പൊട്ടന്മാർ അതിനെ എടുത്ത് ഇത് സത്യമല്ലേ എന്നുള്ള രീതിയിൽ, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു രീതി മാറും. ഇത് തന്നെയല്ലേ ശരിക്കും നടക്കുന്നത്, ഇതൊരു പരിഹാസ പോസ്റ്റായിട്ട് കണ്ടാൽ പോരെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറും. ഇത്തരത്തിലുള്ള വീഡിയോകളുടെ എണ്ണം ഇപ്പോൾ പെട്ടെന്ന് വർദ്ധിക്കുവാനുള്ള കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഏകീകൃത സിവിൽ കോഡ് പോലുള്ള നിയമങ്ങൾ നരേന്ദ്രമോദിക്ക് 3ാം ടേമിൽ, അദ്ദേഹം 3ാമത്തെ തവണ പ്രധാനമന്ത്രിയായപ്പോൾ പൂർണ്ണ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ നടപ്പാക്കുവാൻ സാധിക്കില്ല എന്നിവർ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നത്തേതിലും ആദ്യത്തെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഈ 2 തവണയും പ്രധാനമന്ത്രി ആയതിലും ശക്തനാണ് നരേന്ദ്രമോദി എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡ്, വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കൽ, NRC പോലുള്ള നാഷണൽ രജിസ്ട്രി ഫോർ സിറ്റിസൺസ് പോലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ, ബംഗാളികളെയും ബംഗ്ലാദേശികളെയും റോഹിംഗ്യക്കാരെയും എല്ലാം പശ്ചിമ ബംഗാളിൽ നിന്ന് തൂത്തുവാരി എടുത്തുകൊണ്ട് പോകുന്നു. എന്തിന് കേരളത്തിൽ നിന്ന് വരെ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത്തരത്തിൽ കർശനമായ നിയമങ്ങൾ നാട്ടിൽ നടപ്പാക്കപ്പെടുകയാണ്. അടിസ്ഥാനപരമായി ഇസ്ലാം എന്ന മതം മറ്റേത് മതങ്ങളെയും പോലെ, മറ്റേത് വൈദേശിക മതത്തെയും പോലെ തന്നെയേ ഉള്ളൂ. ഒരു മേൽക്കോയ്മയും അതിനില്ല മറ്റുള്ള മതങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്നുള്ള കാര്യം പറയാതെ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് നരേന്ദ്രമോദി. അത് ലോകത്തിനും ബോധ്യപ്പെടുത്തുകയാണ് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. തങ്ങളുടെ ഒരു മേൽക്കോയ്മ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന തീവ്ര മതവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ചൈന കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ നമ്മളൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും നരേന്ദ്രമോദി എന്ന ഭരണാധികാരി വളരെ ഭീഷണശാലി ആയതുകൊണ്ടും കൃത്യമായി ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി കാണിച്ചു കൊടുക്കുന്നു. നരേന്ദ്രമോദിക്ക് ചില കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കാത്ത ചില ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമിത്ഷായും യോഗിയുമൊക്കെ ഭരണ സംവിധാനങ്ങളിലുള്ളത്. ഹിമന്ത് ബിസ്വയെ പോലുള്ളവരുമുണ്ട്. അത്തരത്തിലുള്ള കൈകാര്യം ചെയ്യലുകൾ അനസ്യൂതം തുടർന്നു പോകുന്നു. ജിഹാദികളുടെ മിഷൻ 2047 2047 ഭാരതം പൂർണ്ണമായും ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള സ്വപ്നം
ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ടി അന്ന് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവിശ്യയിലെ ഗവർണറോ ഒക്കെ ആകാൻ നടന്ന റൌഫൊക്കെ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾ കണ്ടു കാണും. റൌഫിക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ റൌഫിക്കെ ഒന്ന് തിരഞ്ഞു നോക്കുക. റൌഫിക്കെ അറിയാത്തവൻ മലയാളി അല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. റൌഫിക്ക പഴയ ഇമാം മദനിയുടെ അവതാരമാണ് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയുക. മദനിയെപ്പോലെ തന്നെ പ്രസിദ്ധനാവേണ്ടിയിരുന്നൊരു വ്യക്തിയാണ്. എന്ത് ചെയ്യാം, യോഗമില്ലാതായിപ്പോയി. ആ മടക്കി സർദാർജി തിഹാർ ജയിലിൽ റൌഫിക്കയുടെ വിടവുകൾ വർദ്ധിപ്പിച്ചു എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ. ഇതെല്ലാം സാന്ദർഭികമായി പറഞ്ഞു പോയെന്ന് മാത്രം. റൌഫിക്കയെ ഓർത്തപ്പോൾ ഞാൻ ഒരു നിമിഷം എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. കാരണം അത്രത്തോളം വലിയൊരു ആരാധകനാണ് ഞാൻ. ക്ഷമിക്കുക. വിഷയത്തിലേക്ക് തിരികെ വന്നാൽ, റൌഫിക്കയെ ഓർത്തപ്പോൾ എന്തായിരുന്നു വിഷയമെന്നുള്ളത് ഒരു നിമിഷം പിടിവിട്ടുപോയി. പ്രേക്ഷകർ ക്ഷമിക്കുക. റൌഫിക്കയുടെ സ്വാധീനം അത്ര വലുതാണ്. എന്താ ചെയ്യുക? അപ്പോൾ വിഷയത്തിലേക്ക് തിരികെ വന്നാൽ, ഇവർ ഈ വീഡിയോകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവരെ അലട്ടുന്നുണ്ട്. നരേന്ദ്രമോദി കൂടുതൽ ശക്തനാകുന്നു. ഈ മതനിയമം എന്നുള്ള ഒരു വസ്തുത ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മതനിയമങ്ങൾ, പ്രത്യേക മതനിയമങ്ങൾ ഇനി ഇല്ലാതാവേണ്ടത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്. അത് ജനാധിപത്യ വിരുദ്ധപരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നാം തന്നെ മുൻപൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു അമർഷം അവരുടെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് അവർ ഈ പല വീഡിയോകളും ചെയ്യുന്നത്. എന്നാൽ ഈ ഹിന്ദുക്കളുടെ കാര്യത്തിലൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വിധിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള ആത്മരോഷത്തിൽ പിണറായി വിജയനെ ചീത്ത വിളിക്കുക, വി.ഡി. സതീശനെ ചീത്ത വിളിക്കുക, പാണക്കാട് ഷിഹാബിനെ ചീത്ത വിളിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഹിന്ദുക്കളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പെട്ടെന്നുള്ളൊരു വികാര വിക്ഷോഭമാണ് ഈ ജിഹാദികൾ ചെയ്യുന്നത്. ഒരു 10 പേർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 9 പേരും ഈ വീഡിയോകൾ ചെയ്യുന്നത് വികാര വിക്ഷോഭത്തിൻ്റെ പുറത്തല്ല, കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ആസൂത്രിതമായിട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നത്? വളരെ ലളിതമാണ് കാര്യങ്ങൾ. സമൂഹത്തിലൊരു കലാപം ഉണ്ടാക്കുക. ഈ വീഡിയോയുടെ പേരിൽ ഏതെങ്കിലും ഒരു സംഘടന, RSSോ വിശ്വ ഹിന്ദു പരിഷത്തോ ബജ്രംഗ് ദളോ കേരളത്തിലോ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം ഇപ്പോഴുമുള്ള മേഖലകളിലോ അവരിൽ ആരെങ്കിലും ആക്രമിച്ചാൽ അതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കിയെടുക്കുക. കാരണം ഒരു ആഭ്യന്തര ലഹളയിലേക്ക് ഭാരതത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുവാനുള്ള എല്ലാ ശ്രമങ്ങളും ജിഹാദികൾ ആസൂത്രിതമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ പാറ്റകൾ ജന്തർ മന്ദറിൽ കേൾവിയും കേൾപ്പോരുമില്ലാതെ തിരിഞ്ഞു നോക്കാനാളില്ലാതെ കിടക്കുന്നിടത്തേക്ക് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ജിഹാദിയായ ഉമർ ഖാലിദിൻ്റെ വാപ്പയായിട്ടുള്ള, അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, സിമിയുടെ മുൻ നേതാവ്, നിരോധിത ഭീകരവാദ സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ മുൻ നേതാവ് കടന്നു ചെല്ലുകയും നിങ്ങൾ ഇതുകൊണ്ട് മാത്രം നിർത്തരുത്, തെരുവിലിറങ്ങി യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇവിടെ തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ് സിനിമാ സംവിധായകനായ അമീർ, കുറച്ചുകൂടി വ്യക്തമായിട്ട് ആളെ മനസ്സിലാക്കുവാൻ വേണ്ടി പറയാം, വട ചെന്നൈ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിലെ രാജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിഹാദി. ആ ജിഹാദി പറയുന്നത്, നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു നിയമവും വരില്ല, നിങ്ങൾ വാളെടുത്ത് സ്വയം പോരാടണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ആശയപ്രചാരണങ്ങൾ നടക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്. പ്രസിദ്ധരെ കൊണ്ടും പ്രശസ്തരെ കൊണ്ടും തങ്ങൾക്ക് കുഴലൂതുന്നവരെ കൊണ്ടും ജിഹാദിനുള്ള ആഹ്വാനം പല രൂപത്തിൽ നടത്തുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ. അത്ര പ്രസിദ്ധരല്ലാത്തവരെ, എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു 100 1000 ഫോളോവേഴ്സ് ഉള്ളവരെ കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു പിടിപ്പിക്കുക, അതിനെ പരമാവധി പ്രചരിപ്പിക്കുക, മറുവശത്തൊരു കാലുഷ്യമുണ്ടാക്കുക, അതിലൂടെ ഒരു ലഹളയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ, ഇന്നത്തെ ഈ തലവെട്ടൽ പോലുള്ള വീഡിയോകൾ പുറത്തു വന്നതിന് ശേഷം മറ്റൊരു പ്രയോഗമുണ്ട് ഇവരുടെ. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടയിൽ UN പോലുള്ള, ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളിൽ വലിയ സ്വാധീനം ഈ ജിഹാദികൾക്കുണ്ട്. വഹാബി പണം ഒരു കാലത്ത് സൗദിയിൽ നിന്ന് ഒഴുകിയിരുന്നതിൻ്റെ പരിണാമമായി ഇപ്പോൾ സൗദി അത് നിർത്തിയിട്ടുണ്ട്. ഖത്തറാണ് ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഈ പണം കുത്തി ഒഴുക്കുന്നതിൻ്റെ. അതിൻ്റെ ഫലമായി വലിയ സ്വാധീനം ഇവർക്കുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ തല വെട്ടണമെന്ന് പറയുന്ന ജിഹാദിയുടെ വീഡിയോ ആ ഒരു ഭാഗം മാത്രം എടുത്ത് അതിനോടൊപ്പം തന്നെ സമാനമായ നിരവധി വീഡിയോകൾ കൊണ്ട് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു വിവരം കെട്ടവൻ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രസംഗം നടത്തുകയാണ്. കണ്ടില്ലേ, ഭാരതത്തിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കാരണം നരേന്ദ്രമോദിക്കെതിരെ ആത്മരോഷം കത്തി പൊട്ടിത്തെറിച്ച് മുസ്ലിങ്ങൾ വികാര വിക്ഷോഭത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചകൾ നിരവധിയാണ്. കാണുവിൻ എന്ന് പറഞ്ഞ് ഈ വീഡിയോകൾ നിരനിരയായി കാട്ടിക്കൊടുക്കുന്നു. അതും ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമായി ഉപയോഗിക്കാം. അതുകൊണ്ട് ഫലമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമെല്ലാം വേറെ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെ വികാര വിക്ഷോഭത്തിൻ്റെ പുറത്തുള്ള ഒരു പ്രതികരണമല്ല ഇത്തരത്തിലുള്ള ജിഹാദികൾ ഈ വീഡിയോ
ഇറക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുന്നത് ആസൂത്രിതമായ പല പദ്ധതികളുടെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഇതിനെ കൈകാര്യം ചെയ്യുക, NIA അറിയിക്കുക, പരിഹസിച്ച് വിടുക. ജിഹാദി നരേന്ദ്രമോദിയുടെ തലവെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉസ്താദിനെ, വലിയ ഉസ്താദിനെ ഓർമ്മിപ്പിക്കുക. അതിനുള്ള നിരവധി വെടിമരുന്നുകൾ ആരിഫ് ഹുസൈനെ പോലുള്ളവർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ലേ? 6 വയസ്സുകാരിയുടെ വിവാഹം മുതൽ പല കാര്യങ്ങളും അവരെ ഓർമ്മിപ്പിച്ചാൽ അവരുടെ നില തെറ്റിപ്പോകും. അങ്ങനെ ഓർമ്മിപ്പിക്കുക. കാരണം ഇത്തരത്തിലുള്ള തെറിക്ക് മറുപടി മുറിപ്പത്തൽ എന്നുള്ളത്, ആ മുറിപ്പത്തൽ എവിടുന്ന് വെട്ടണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അവനെ തെറി വിളിച്ച് നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്. കൃത്യമായി ആസൂത്രിതമായി തന്നെ കൈകാര്യം ചെയ്യുക. അത് ഭാഷയുണ്ട് അതിന്. തെറി വിളിക്കാനല്ല ഞാൻ ഉപദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള വളരെ കാവ്യാത്മകമായി പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, പ്രേക്ഷകർ ക്ഷമിക്കുക. ഇപ്പോൾ നായിൻ്റെ മോനെ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അത് ഈ വീഡിയോയിലുണ്ട്. ഇത് ഞാൻ ബീപ്പ് ചെയ്യുന്നില്ല, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അതിന് പകരം ശുനകപുത്ര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാംസ്കാരിക ഭാവം വരും. അത്തരത്തിലുള്ള ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് പറയുകയാണ്. അസഭ്യമായി ആരും കണക്കാക്കരുത് ദയവ് ചെയ്ത്. അത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ അവരെ ഓർമ്മിപ്പിക്കുക. അവരുടെ ഉസ്താദിൻ്റെ കഥകൾ, അവരുടെ യഥാർത്ഥ ചരിത്രം, എങ്ങനെയായിരുന്നു അവരുടെ ഈ വാള് കണ്ടപ്പോൾ തല വെട്ടരുതേ തൊലി വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് മുണ്ട് നാശമാക്കിയ, മുണ്ട് വൃത്തികേടാക്കിയ അവരുടെ പൂർവികരുടെ കഥകൾ, ഇതെല്ലാം അവരെ ഗ്രാമ്യമായ ഭാഷയിൽ, സംസ്കാരമുള്ള ഭാഷയിൽ ഓർമ്മിപ്പിക്കുക. അതാണ് ഇതിന് പറ്റിയ മറുമരുന്ന്. ക്രിയയ്ക്ക് പ്രതിക്രിയ. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പ്രതിക്രിയ ഉണ്ടാകരുത്, ഗുജറാത്തിലെ സംഭവിച്ചതുപോലെ. പക്ഷേ പ്രതിക്രിയയ്ക്ക് കാരണമായ ക്രിയയും ഉണ്ടാകരുത്, ഗോദ്ര തീവപ്പ് പോലെ. അങ്ങനെ വേണം ഇതിനെല്ലാം കൈകാര്യം ചെയ്യുവാൻ. അത്രമാത്രമേ ഈ വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളുമായി ഒരു വിശകലനം പോലെ അല്ലെങ്കിൽ ഒരു ചർച്ച പോലെ പങ്കുവയ്ക്കുവാനുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.